ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ ടെൻസ്. അങ്ങനെ നമ്മുടെ 5ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കൾക്കായിട്ട് നമ്മൾ ഇന്ന് മുതൽ യൂട്യൂബ് ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വേഗം നമ്മുടെ ക്ലാസ്സസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേഗം ഒന്ന് ഷെയർ ചെയ്ത് നോക്കി. ഉഷാറായിട്ട് എല്ലാവരോടും വേഗം ജോയിൻ ചെയ്യാൻ പറയാം. നമ്മൾ ഇന്ന് നമ്മുടെ 5ാം ക്ലാസ്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാ ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ്, വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വേഗം ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ഫുൾ പവർ മിസ്സിന്റെ കൂടെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കുറച്ച് ഫയർ ഒക്കെ ഇടണം. നമ്മുടെ ചാറ്റ് ബോക്സ് നിന്ന് കത്തട്ടെ. ഫുൾ പവർ കാണട്ടെ. നമ്മുടെ 5ാം ക്ലാസ് കുഞ്ഞു മക്കളുടെ പവറൊക്കെ ഒന്ന് കാണട്ടെ. വേഗം ആയിക്കോട്ടെ. യെസ് കുറച്ച് ഫയർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ സാറേ. ഫുള്ള് നമ്മുടെ ചാറ്റ് ബോക്സ് ഒക്കെ കത്തി തുടങ്ങി. പിന്നെ എല്ലാം പൊളിയാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ അല്ലേ. ഓക്കെ, അപ്പൊ മക്കളെ മറക്കണ്ട, ഇപ്പൊ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ദെൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, എടാ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 5ാം ക്ലാസ്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ് ഈ പറയുന്ന ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് അഥവാ വരയ്ക്കാം വായിക്കാം എന്നുള്ള ഈ പാഠഭാഗം. ഓക്കെ, അപ്പൊ നോക്കാം ഈ പാഠത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് മിസ്സേ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മക്കളെ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം സിമ്പിൾ ആടാന്ന് കഴിഞ്ഞു എന്ന്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ ടോപ്പിക് നമുക്ക് നോക്കിയാലോ. യെസ്, ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഡയറക്ഷൻസ് അഥവാ ദിശയെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. എന്താണ് ഡയറക്ഷൻസ് അഥവാ ദിശയെ കുറിച്ച് പഠിക്കണം. അതേപോലെ ഗ്ലോബിനെ കുറിച്ച് പഠിക്കണം. ദെൻ മാപ്പ് അഥവാ ഭൂപടത്തെ കുറിച്ച് പഠിക്കണം അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിലേക്ക് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഓടിപ്പോയി വേഗം നമ്മുടെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക്, ഈ പാഠം ടെക്സ്റ്റ് ബുക്ക് വേഗം എടുത്തിട്ട് വരാം. അതേപോലെ തന്നെ നോട്ട് ബുക്ക് എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ നല്ലതാ ഫ്രഷ് പേജ് ഒക്കെ എടുത്ത് എല്ലാവരും ഹെഡിങ് കൊടുക്കുക. ചാപ്റ്റർ 5 ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ്, വരയ്ക്കാം വായിക്കാം എന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി കേടാ ഒരു പിക്ചറൊക്കെ ഞാനിവിടെ 2 പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ഈ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കേ. നമ്മൾ ഡയറക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. വേഗം ആയിക്കോട്ടെ. മിസ് ഇതാ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഏതാണ് ഈ പിക്ചർ? നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പിക്ചറാണ് മിസ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇവിടെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തവരൊക്കെ ആയിരിക്കും അല്ലേ. ഏതാണത്? യെസ്, നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നു തുടങ്ങി ലുലു ആണെന്നൊക്കെ വന്നല്ലേ. കൊച്ചി ലുലു മാൾ ആണോ, ട്രിവാൻഡ്രം ആണോ? യെസ്, എല്ലാം വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഇത് ലുലു മാൾ ആണ് അല്ലേ. യെസ് മക്കളെ, ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ട് നിങ്ങൾ ഒരാൾ ലുലു മാളിൽ പോവുകയാണെങ്കിൽ ലുലുവിന്റെ ഏത് ഫ്ലോറിൽ എവിടെയായിട്ടാണ് തിയേറ്റർ വരുന്നത്? എവിടെയാടാ ഫുഡ് കോർട്ട്? ഇങ്ങനെ ഞാൻ ഓരോന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും? മിസ്സേ ഇന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഇവിടെ, താഴെ, മുകളിൽ, അവിടെ, ഇവിടെ, എങ്ങനെ പറയും കൃത്യമായിട്ട്? എങ്ങനെയായിരിക്കും പറയാ? യെസ്, അതിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലുലുവിൽ അവർ വേറൊരു സംഭവം കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ദാ നോക്കിക്കേ, എന്താണത്? കണ്ടോ? ദാ ഇതേപോലെ നമുക്ക് ഓരോ ഫ്ലോറിലും, ദാ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങടൊക്കെ തിരിയണം, റൈറ്റിലേക്ക് പോകണോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകണോ, മുകളിലേക്ക് പോകണോ, താഴേക്ക് പോകണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് അവർ ദാ ഇതേപോലെ ലുലുവിന്റെ മാപ്പ് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ. ഇനിയിപ്പോൾ പാരൻസ് മീറ്റിംഗ് നിങ്ങൾ ഡെയിലി പോകുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നിങ്ങളുടെ സ്കൂളിലേക്ക് പാരൻസ് മീറ്റിങ്ങിന് അമ്മയോ അച്ഛനോ വരാണെന്ന് കരുതാം. നോക്കാം, അപ്പോൾ അമ്മയും അച്ഛനും ഇതേപോലെ പാരൻസ് മീറ്റിങ്ങിന് വരുമ്പോൾ അമ്മയോട് നിങ്ങളിപ്പോൾ രാവിലെ പറഞ്ഞു കൊടുക്കാണ്ട് അമ്മേ സ്കൂളിലെ ഗേറ്റ് കടന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റിലേക്ക് അല്ലെങ്കിൽ നോർത്തിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും അമ്മയ്ക്ക് ഡയറക്ഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരാനായിട്ട്? അമ്മയ്ക്ക് ഇനി അറിയില്ല എങ്കിൽ യെസ്, അതിനായിട്ട് നമ്മളിതാ ഡയറക്ഷൻസിനെ കുറിച്ച് അഥവാ ദിശയെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. റെഡിയാണോ? യെസ്, അപ്പൊ ദിശയെ കുറിച്ച് പഠിക്കാനായിട്ട് മിസ് ഇതാ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരു കോഡ് ഇവിടെ എഴുതാൻ പോവാണ്. ആ കോഡ് ഇതാ കേട്ടോ, എല്ലാവരും കേട്ടോ. NEWS, ന്യൂസ് അല്ലെ. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ് നിങ്ങൾക്ക് ന്യൂസ് അല്ലേ. എല്ലാവരും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ന്യൂസിന്റെ ഓരോ ലെറ്റേഴ്സും ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ ഡയറക്ഷൻസും പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരെണ്ണം നമുക്ക് ഹെൽപ്പ് ചെയ്യാല്ലേ സാറേ, നമ്മുടെ കുഞ്ഞു മക്കളല്ലേ, ഒരെണ്ണം ഹെൽപ്പ് ചെയ്യുക. എന്തായിരിക്കും? എന്നതാ നോർത്ത് ആണല്ലേ. എന്താണ്? നോർത്ത് ആണ്. എങ്കിൽ വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ എന്നിട്ട് ഇ എന്താണ്, W എന്താണ്, S എന്താണ്? വേഗം ഉഷാറായിട്ട് വരട്ടെ. യെസ്, നോർത്ത് ആണെന്നൊക്കെ പറയുന്നുണ്ട്. നോർത്ത് അഥവാ എന്താണ്? വടക്കാണല്ലേ. നോർത്ത് അഥവാ വടക്കാണ്. ഈ എന്താണ്? അത് വന്നിട്ട് സാറേ, അപ്പൊ ഈ അപ്പോഴേക്കും ഈസ്റ്റ് ആണല്ലേ. ഈ എന്താണ്? ഈസ്റ്റ് അഥവാ
കിഴക്കാണ്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ W എന്താണ്? വെസ്റ്റ് ആണ് അല്ലെ? വെസ്റ്റ് അഥവാ പടിഞ്ഞാറാണ്. വെസ്റ്റ് അഥവാ പടിഞ്ഞാറാണ് എങ്കിൽ എസ് എന്താടാ? എസ് പിന്നെ ഏതാ ഉള്ളത്? സൗത്ത് ആണുള്ളത് അല്ലേ? സൗത്ത് അഥവാ തെക്കാണ്. കേട്ടോ, ഈസി ആയിട്ട് പഠിച്ചില്ലേ 4 ഡയറക്ഷൻ? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. കഴിഞ്ഞു. ഇത്രയല്ലേ ഉള്ളൂ. ഇനി നമുക്കുള്ളൊരു ഡൗട്ടാണ്. ന്യൂസിലൂടെ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് തോന്നും, എവിടെയാണ് നോർത്ത്, എവിടെയാണ് ഈസ്റ്റ്, എവിടെയാണ് വെസ്റ്റ്, എവിടെയാണ് സൗത്ത്? എവിടെയായിരിക്കും ഈ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്? അതിനായിട്ട് മിസ് ഇതാ വേറൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പഠിപ്പിക്കാൻ പോവാണ്. ഇത് നേരെ എല്ലാവരും ഒരു പ്ലസ് സൈൻ വരച്ചേ. എല്ലാവരും എന്താ മാത്തമാറ്റിക്സ് ഒക്കെ അടിപൊളിയായിട്ട് അറിയുന്ന എല്ലാ കുഞ്ഞുങ്ങളും വേഗം വലിയൊരു പ്ലസ് സൈൻ ആയിക്കോട്ടെ കേട്ടോ. വരച്ചോ? യെസ്. ഈ പ്ലസ് സൈൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്നതാണ് നോർത്ത്. ഏറ്റവും മുകളിലായിട്ട് വരുന്നതാണ് നോർത്ത് അഥവാ വടക്ക്. ഇനി ഏറ്റവും താഴെയായിട്ട് വരുന്ന അപ്പൊ ഏതാണ്? സൗത്ത് ആണ് അല്ലെ? സൗത്ത് അഥവാ തെക്കാണ് വരുന്നത്. ഇത് രണ്ടും കിട്ടിയോ? നോർത്ത് മുകളിൽ, സൗത്ത് താഴെ. ഒന്നും കൂടി മിസ്സിന്റെ ഒപ്പം പറഞ്ഞേ. നോർത്ത് ഏറ്റവും മുകളിലായിട്ട് വരും, സൗത്ത് നേരെ താഴെയായിട്ട് വരും. അപ്പൊ ലെഫ്റ്റിലാര്, റൈറ്റിലാര്? ആരാണ്? ദാ ഇവിടെ വരുന്നത് ആരാണെന്ന് നോക്കിക്കേ. ഈസ്റ്റ് ആണ് കേട്ടോ. ആരാണ്? ഈസ്റ്റ് അഥവാ കിഴക്കാണ് വരുന്നത്. കിട്ടിയോ? ഈസ്റ്റ് വരുന്നത് കിട്ടിയോ? മാറിപ്പോകരുത്. ഇനി ഇവിടെ ആരാ? ലെഫ്റ്റ് സൈഡിൽ. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരാ വരുന്നേ? വെസ്റ്റ് ആണ് അല്ലേ? വെസ്റ്റ് അഥവാ പടിഞ്ഞാറാണ്. പടിഞ്ഞാറാണ്. കിട്ടിയോ? കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ? ഇനിയിപ്പോൾ ദാ ഇതേപോലൊരു പിക്ചർ വരച്ച് വെച്ച് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാലോ. നേരെ വരാ നോർത്തിലേക്ക് പോക്കോ, നേരെ തിരിഞ്ഞ് ഈസ്റ്റിലേക്ക് പോക്കോ, അല്ലെങ്കിൽ ദാ ഇങ്ങോട്ട് തിരിഞ്ഞ് വെസ്റ്റിലേക്ക് പോക്കോ എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സെറ്റ് അല്ലേ? അപ്പോൾ ഡയറക്ഷൻസ് നമ്മൾ ഇപ്പൊ മിസ്സിന്റെ ഒപ്പം തന്നെ അങ്ങ് പഠിച്ചു പോയേക്കണം. പിന്നെ ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് ഒരാളും ഇരിക്കണ്ട. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ എന്താ പറഞ്ഞേ? നമ്മൾ ഡയറക്ഷൻസ് 4 പറഞ്ഞു. ഏതൊക്കെയാണ്? നോർത്ത്, ദാ ഇവിടെ നോക്കി പറയാട്ടോ. നോർത്ത്, വടക്ക്, ഈസ്റ്റ്, കിഴക്ക്, വെസ്റ്റ്, പടിഞ്ഞാറ്, സൗത്ത്, തെക്ക്. ദാ അത് നമ്മൾ ഒരു പ്ലസ് സൈൻ അല്ലേ? എന്താണ്? പ്ലസ് സൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാനും പഠിച്ചു. റെഡി? സെറ്റ് ആണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ എല്ലാവരും ഉഷാറായിട്ട് സെറ്റ് ആണ് മിസ് ചെയ്തെന്ന് പറഞ്ഞേ. യെസ്. ഓക്കെ, നോക്കിക്കേ. ഇതേപോലൊരു പിക്ചർ ഇതാ ഇത് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാൻ പോവാട്ടോ. നോക്കിക്കേ, ഇതേപോലൊരു പിക്ചർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദാ ഇതേപോലൊരു ചിത്രം കണ്ടിട്ടുണ്ടോ? യെസ്. യെസ് കണ്ടിട്ടുണ്ടല്ലേ? എവിടെയാണ് കണ്ടിട്ടുള്ളത്? നമ്മൾ ഓരോ മാപ്പുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലൊരു ചിത്രം കാണാൻ പറ്റും അല്ലേ? ഇതേപോലുള്ള ഈ ഒരു ചിത്രം പോലുള്ള ചിത്രത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് എവിടെയാണ് നോർത്ത് വരുന്നത്, എവിടെയാണ് പടിഞ്ഞാറ് വരുന്നത്, എവിടെയാണ് ഈസ്റ്റ് വരുന്നത് എന്നൊക്കെ ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാനും സാധിക്കും അല്ലേ? യെസ്. ഇതാ നോക്കിക്കോളൂ, നമ്മൾ ഡയറക്ഷൻസിലേക്ക് കിടക്കാണ്. ഡയറക്ഷൻ അഥവാ ദിശ എന്താണ്? Direction is a particular way to get from one place to another. എന്താണ്? One place to another. എന്താ ഇതിന്റെ അർത്ഥം? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള മാർഗമാണ് അല്ലെ? ഒരു പർട്ടിക്കുലർ വേ അഥവാ മാർഗമാണ് എന്ത്? ഡയറക്ഷൻ. ഞാനിപ്പോ പറയാണ് മക്കളെ, നിങ്ങൾ എല്ലാവരും നാളെ ലുലു മാളിൽ പോയിട്ട് വേണം വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ എറണാകുളത്തുള്ളവരെല്ലാവരും തിരുവനന്തപുരം പോയാൽ മതി കേട്ടോ. എന്ത് ചെയ്യും? ഡയറക്ഷൻ അറിയണം, ദിശ അറിയണം അല്ലെ? അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നമുക്ക് എന്തറിയണം? ഡയറക്ഷൻ അഥവാ ദിശ അറിഞ്ഞിരിക്കണം. ഇനി നോക്കിക്കേ, നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നോട്ട് ചെയ്തോ? ദ ഡയറക്ഷൻ ഫ്രം വേർ ദ സൺ റൈസസ് ഈസ് ടു ബി ഈസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? ഈസ്റ്റിലാണല്ലേ? ഈസ്റ്റ് അഥവാ കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. എവിടെയാണ്? കിഴക്കാണ്. എങ്കിൽ വേഗം ചാറ്റ് ബോക്സിൽ ഇട്ടെ, സൺ എവിടെയാണ് സെറ്റ് ചെയ്യുന്നത്, അസ്തമിക്കുന്നത് എവിടെയാണ്? വേഗമായിക്കോട്ടെ. യെസ്. വെസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത് ഞാൻ ഇവിടെ ഒരു കോമ്പസ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. കോമ്പസ് എന്താണ്? കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോമ്പസ്? നിങ്ങൾ മറ്റേ മാത്തമാറ്റിക്സിൽ വരയ്ക്കുന്ന കോമ്പസ് ആണോ ഈ കോമ്പസ്? അല്ല. ഇതെന്താണ്? വടക്ക് നോക്കി യന്ത്രം എന്ന് നമ്മൾ വിളിക്കും. എന്താണ്? വടക്ക് നോക്കി യന്ത്രം എന്ന് വിളിക്കും. കണ്ടോ? വന്ന യെസ്, ഇതാണ് ആ കോമ്പസ്. എന്തിനാടാ ഈ കോമ്പസ് അല്ലെങ്കിൽ കോമ്പസ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലുള്ള ഒരു ഉപകരണം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടേന്ന് അറിയോ? ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഡയറക്ഷൻസ്. എന്താണ്? ദിശ കണ്ടെത്താനായിട്ടാണ് നമ്മൾ ഈ കോമ്പസ് അഥവാ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിക്കുന്നത്. കിട്ടിയോ മക്കളെ? എന്താണ്? ദിശ കണ്ടെത്താനായിട്ട്
നോക്കുക, നൗ എ ഡേയ്സ് ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോണുകളിലും ഈ പറയുന്ന കോമ്പസ് ഒക്കെ അവൈലബിൾ ആണ്. മൊബൈൽ ഫോണൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഡയറക്ഷൻ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ കോമ്പസ് അഥവാ വടക്ക് നോക്കി യന്ത്രം എന്താന്നുള്ളത് കിട്ടിയോ? ഇനി ആരുടെയെങ്കിലും കയ്യിൽ ഈ വടക്ക് നോക്കി യന്ത്രം ഉണ്ടെങ്കിൽ വേഗം എടുത്ത് ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് എടുത്ത് വെച്ച് നോക്കണം കേട്ടോ. എവിടെയാണ് നോർത്ത് വരുന്നത്, എവിടെയാണ് സൗത്ത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയേക്കാം. യെസ്, നോക്കാം. എ മാപ്പ് വിൽ യൂഷ്വലി ഹാവ് ദ സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ. ഏത് മാപ്പ് എടുത്തു കഴിഞ്ഞാലും, ഏത് മാപ്പ് എടുത്താലും, ഇന്ത്യ ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, ഏത് മാപ്പ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നമ്മൾ ആദ്യം വരച്ച പോലുള്ളൊരു ഡയറക്ഷൻ അതിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എ സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ നോർത്ത് ഡയറക്ഷൻ ക്യാൻ ബി സീൻ അറ്റ് ദി ടോപ്പ് ഓഫ് ദി വാൾ മാപ്സ്. നമ്മൾ പറഞ്ഞൂല്ലേ എങ്ങനെയാണ്? ടോപ്പ്, ഏറ്റവും മുകളിലായിട്ട് എന്താ കാണുന്നേ? നോർത്ത് ആണ്. താഴെയായിട്ടോ സൗത്ത് ആണ്. ദാ ഇവിടെയായിട്ട് വെസ്റ്റ്, അവിടെയായിട്ട് ഈസ്റ്റ്. ഏത് മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. നോക്കിക്കേ, the map points south, കണ്ടോ? then right side of the map points to the west. right side എന്താണ്? വെസ്റ്റ് ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് എന്താ വരുന്നത്? ഈസ്റ്റ് ആണ് വരുന്നത്. മുകളിൽ നോർത്തും താഴെ ബോട്ടം സൗത്തും ആണ് വരുന്നത്. ഓക്കെ, ഇതാ നോക്കിക്കേ, നമ്മളിപ്പോൾ പറഞ്ഞു ഇതേപോലുള്ള ഏത് മാപ്പ് എടുത്തു കഴിഞ്ഞാലും ഇതേപോലുള്ള സിമ്പൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഏത് മാപ്പ് എടുത്താലും കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ സാധാരണയായി കാണുന്ന കുറച്ച് ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സിമ്പലുകൾ നമുക്ക് നോക്കിയാലോ? ഇതാ അതിൽ ഒന്നാമത്തെ സിമ്പലാണ് മിസ് ദാ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സിമ്പൽ. കണ്ടോ ഇവിടെ നോർത്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബാക്കി എഴുതാലോ. താഴെ സൗത്ത് വരും, ഇവിടെ ഈസ്റ്റ് വരും, ഇവിടെ വെസ്റ്റ് വരും. ദാ ഇതേപോലെ ഒരു ചിഹ്നം ഏതെങ്കിലും ഒരു മാപ്പിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നോർത്ത് എവിടെയാണ്, സൗത്ത് എവിടെയാണ്, ഈസ്റ്റ് എവിടെയാണ്, വെസ്റ്റ് എവിടെയാണെന്നുള്ളത്. ഇത് മാത്രമല്ല നമുക്ക് വേറെയും സിമ്പലുകൾ ഉണ്ട്. നോക്കിയാലോ? യെസ്, ദാ നോക്കാതാ ഇതൊരു സിമ്പലാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ഈ ചിത്രത്തിൽ കാണുന്നതും ഒരു സിമ്പലാണ്. അതേപോലെ തന്നെ മറ്റൊരു സിമ്പലാണ് ദാ ഈ കാണുന്നതും. ഓക്കെ, അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഏത് മാപ്പ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കിട്ടിയോ മക്കളെ പറഞ്ഞ കാര്യം? സെറ്റ് ആണോടാ? യെസ്. ദാ നോക്കിക്കേ, ഇനി ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാൻ പോണ ഒരു ചോദ്യമാണ് കേട്ടോ. അജയ് ഹാസ് കം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കേരള സ്കൂൾ ആർട്ട് ഫെസ്റ്റിവൽ ബീങ് ഹെൽഡ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കേട്ടോ. അപ്പൊ അജി എന്ന് പറയുന്ന നമ്മുടെ കുട്ടി എവിടെയാണ് വന്നിരിക്കുന്നത്? കേരള സ്കൂൾ ആർട്ട് ഫെസ്റ്റിവൽ, തൃശ്ശൂർ വെച്ച് നടക്കുന്ന കേരള സ്കൂൾ ആർട്ട് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അവൻ ഒറ്റയ്ക്കല്ല, കൂടെ അവന്റെ ഫാമിലിയും ഉണ്ട്. അപ്പോൾ ഇവർ ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണ് കേട്ടോ തൃശ്ശൂര്. ഇങ്ങനെ ഒരു പരിപാടിക്കായിട്ട് അല്ലെങ്കിൽ ഒരു മത്സരത്തിനായിട്ട് പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് അവിടുത്തെ വേറെ കാര്യങ്ങളോ ആ സ്കൂളോ ഒന്നും തന്നെ പരിചയമില്ല. നിങ്ങൾ ഉപജില്ലാ കലോത്സവത്തിനൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ജില്ലാ കലോത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ? നിങ്ങൾക്കറിയോ എവിടെയാണ് ഏത് ആ സ്കൂളിന്റെ എവിടെയായിട്ടായിരിക്കുള്ളൂ ഓഫീസ്, എവിടെയാണ് വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് വരുന്നത്, എവിടെയാണ് ക്ലാസ് റൂംസ്, അങ്ങനെ എവിടെയായിരിക്കും സ്റ്റേജ്, ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റുമോ? ഇല്ലല്ലേ? നമ്മളെ സഹായിക്കാനായിട്ട് ദാ ഇതേപോലൊരു പിക്ചർ അവരോട് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെയും ദാ ഇതേപോലൊരു പിക്ചർ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മാപ്പിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡയറക്ഷൻ ഉണ്ട് കേട്ടോ, നോർത്ത്. കണ്ടോ? ആ ഒരു ഡയറക്ഷൻ ഇവിടെയുമുണ്ട്. കണ്ടല്ലോ? യെസ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കിക്കേടാ. എ എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, എ കൊണ്ട് കാണിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ആണ്. എ കണ്ടോ? റെയിൽവേ സ്റ്റേഷൻ കണ്ടോ? എ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ആണ്. ഇനി ബി കൊണ്ട് കാണിച്ചിരിക്കുന്നത് ബസ് സ്റ്റാൻഡ് ആണ്. ബസ് സ്റ്റാൻഡ് കണ്ടല്ലോ. ഇനി സി എന്താണ്? സി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ആണ്. സി ഒന്ന് നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. സി എവിടെയാണുള്ളത്? പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ദാ ഇവിടെയായിട്ടാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് വരുന്നത്. ഇനി അടുത്തത് എന്താണ്? ഡി ഡൈനിങ് ഹാൾ ആണ്. ഡി എന്താണ്? ഡൈനിങ് ഹാൾ ആണ്. കണ്ടോ? ഡൈനിങ് ഹാൾ കണ്ടോ? ഡി എന്താണ്? ഡൈനിങ് ഹാൾ ആണ്. ഇനി അവസാനമായിട്ട് ഈ വരുന്നത് ഗവൺമെന്റ് HSS തൃശ്ശൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് ഈ വരുന്നത്? ദാ കണ്ടോ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എവിടെയാണ് നോർത്ത്, എവിടെയാണ് സൗത്ത്, എവിടെയാണ് ഈസ്റ്റ്, എവിടെയാണ് വെസ്റ്റ് എന്നൊക്കെ അറിയാനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് ഇവരിവിടെയും എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ അല്ലേ? അപ്പൊ അത് നമ്മൾ മിസ് ഒന്നും കൂടി ഇവിടെ ക്ലിയർ ആയിട്ട് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി വേഗം ഒന്ന് പറഞ്ഞ എല്ലാവരും, എവിടെയായിട്ടാണ് ഈ ഒരു സ്കൂളിന്റെ ഈ സ്വരാജ് റൗണ്ടിന്റെ എവിടെയായിട്ടാണ് ഈ പറയുന്ന ഡൈനിങ് ഹാൾ വരുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പറയും? ദാ ഇവിടെയാണ് ഈ സ്വരാജ് റൗണ്ടിന്റെ എവിടെയായിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത്? എവിടെയാണ്? നോക്കിക്കേ, എവിടെയാണ് ഡൈനിങ് ഹാൾ വരുന്നത്? അത് ഇവിടെയായിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത്. അപ്പൊ എവിടെയായിട്ടാണ് വരുന്നത്?
യെസ്, കറക്റ്റ് ആണ്. നോർത്ത് എന്നൊക്കെ നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. കറക്റ്റ് ആണ്, നോർത്തിലായിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത്. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. എല്ലാവരും വായിച്ചോളൂ കേട്ടോ. വേഗം ആൻസേഴ്സ് പറയണം. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് അജി ഗോ ടു റീച്ച് ദ വെന്യൂ ക്വിക്ക്ലി ഫ്രം ദ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്? കണ്ടോ, പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ എളുപ്പത്തിൽ എത്താൻ സാധിക്കും? അപ്പൊ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിൽക്കുന്ന അജിക്ക് എത്രയും പെട്ടെന്ന് എവിടെയാണ് എത്തേണ്ടത്? പ്രോഗ്രാം നടക്കുന്ന വേദിയിലാണ് എത്തേണ്ടത്. വേഗം നോക്കിയിട്ട് പറഞ്ഞേ. അജി ഇപ്പോൾ നിൽക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലാണ്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് വരുന്നത് അത് ഇവിടെ ആയിട്ടാണ്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് വരുന്നത് ഇവിടെ നിന്ന് നേരെ എവിടെയാണ് ചെല്ലേണ്ടത്? എവിടെയാണ് പോകേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്താ നോക്ക, എവിടെയാണ് പോകേണ്ടത്? പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രോഗ്രാം നടക്കുന്ന അല്ലെങ്കിൽ എവിടെയാണോ പ്രോഗ്രാം നടക്കുന്ന വേദി അവിടേക്കാണ് എത്തേണ്ടത്. വേഗം നോക്കി പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് വേർ ദ ഡൈനിങ് ഹാൾ ഈസ് ബൈ ചെക്കിംഗ് ദ ലേ ഔട്ട്. ഡൈനിങ് ഹാൾ എവിടെയാണെന്ന് കേട്ടോ. ഡൈനിങ് ലേ ഔട്ട് നോക്കാം. ഡൈനിങ് ഹാൾ എവിടെയാണെന്ന് പരിശോധിക്കുക. ഡൈനിങ് ഹാൾ എവിടെയായിട്ടാണ് വരുന്നത്? മുകളിലായിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത്. ഇപ്പൊ ഉത്തരവൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. നമുക്ക് നോക്കാം. യെസ് നമുക്ക് നോക്കാം. നോക്കാം സി ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് ആൻസേഴ്സ് നോക്കാം കേട്ടോ. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ ട്രാവൽ ഫ്രം ഗവൺമെന്റ് HSS തൃശൂർ ടു റീച്ച് ദ ഡൈനിങ് ഹാൾ? തൃശൂർ ഗവൺമെന്റ് HSSൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോവാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം? തൃശൂർ ഗവൺമെന്റ് HSSൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്നുള്ളതാണ് ചോദ്യം. വേഗായിക്കോട്ടെ. യെസ്, നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങായിരുന്നു? പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ അല്ലെ, പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രോഗ്രാം നടക്കുന്ന വേദിയിലേക്ക് എത്താനായിട്ട് ഏത് ദിശയിലാണ് പോകേണ്ടത്? ഫസ്റ്റ് എന്ത് ചെയ്യണം? നോർത്തിലേക്ക് പോകണം, ദെൻ ഈസ്റ്റിലേക്ക് പോകണം അല്ലെ. ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നേരെ നോർത്തിലേക്ക് പോവാ, അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുക? ഈസ്റ്റിലേക്ക് പോവാ. അപ്പൊ അവിടെ എത്തിയില്ലേ? ഇതേ പ്രോഗ്രാം നടക്കുന്ന ഗവൺമെന്റ് HSS തൃശ്ശൂരിലേക്ക് എത്തിയില്ലേ? യെസ്. ദെൻ രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് വേർ ദ ഡൈനിങ് ഹാൾ ഈസ് ചെക്കിംഗ് ബൈ ദ ലേ ഔട്ട്. ലേ ഔട്ട് പരിശോധിച്ച് ഡൈനിങ് ഹാൾ എവിടെയാണെന്നാണ് നോക്കാൻ പറഞ്ഞല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നേരെ നമുക്ക് അതേപോലെ തന്നെ പറയാം. എങ്ങനെയാണ്? നോർത്ത് ഡയറക്ഷനിലായിട്ട് മുകളിലായിട്ടാണ് എന്തിരിക്കുന്നത്? ഡൈനിങ് ഹാൾ ഇരിക്കുന്നത്. കണ്ടോ, നോർത്ത് ഡയറക്ഷൻ മുകളിലായിട്ട് ഡൈനിങ് ഹാൾ കണ്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലേ. അതേപോലെ ലാസ്റ്റ് ചോദ്യം എന്തായിരുന്നു? തൃശൂർ ഗവൺമെന്റ് HSSൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോകാൻ ഏത് ദിശയിലേക്ക് സഞ്ചരിക്കണം? തൃശൂർ ഗവൺമെന്റ് HSSൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോവാൻ ഏതാണ്? വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഡയറക്ഷൻ സഞ്ചരിച്ചാൽ മതി അല്ലെ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലൊരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഒരു പിക്ചർ തന്നിട്ട് നോർത്ത് ഏതാണ്, സൗത്ത് ഏതാണ്, ഈസ്റ്റ് ഏതാണ്, വെസ്റ്റ് ഏതാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. നമ്മളിപ്പോൾ ക്ലാസ്സിൽ എക്സാംസ് ഒക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം എങ്ങനെയാണ് നമ്മൾ അതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് സെറ്റായി പഠിച്ചു പോയവരാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ നമ്മുടെ ഇപ്പോൾ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വേഗം തന്നെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാണ്. ദേ നിൽക്കുന്നു നമ്മുടെ താരം. ഇവനാണ് നമ്മുടെ താരം. ആരാണ് ഇവൻ? അജി ആണല്ലേ. നോക്കാം. അജി ഈസ് സ്റ്റാൻഡിങ് നിയർ ഹിസ് ഹൗസ് ഫേസിംഗ് ദ റൈസിംഗ് സൺ. കണ്ടോ, അജി ഇപ്പോൾ എവിടെയാണ്? അജിയുടെ വീടിന്റെ സമീപമായിട്ടാണ് നിൽക്കുന്നത്. ദീ കാണുന്നതാണ് കേട്ടോ അജിയുടെ വീട്. ദീ കാണുന്ന അജിയുടെ വീടിന്റെ സമീപത്തായിട്ടാണ് ഇപ്പൊ അജി നിൽക്കുന്നത്. അജി ഇപ്പോ റൈസിംഗ് സൺ അല്ലെങ്കിൽ ഉദയ സൂര്യനെ നോക്കിയാണ് നിൽക്കുന്നത്. അപ്പൊ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജി ഫേസിംഗ്? അജി ഏത് ദിശയിലേക്കാണ് നോക്കുന്നത്? അജി ഇപ്പോൾ ഉദിക്കുന്ന സൂര്യനെ അല്ലെങ്കിൽ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സൺ റൈസസ് ഇൻ ദ, എവിടെയാണ് നമ്മൾ പഠിച്ചത്? സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? വേഗം വരട്ടെ നമ്മുടെ ചാറ്റ് ബോക്സില്. യെസ്, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആണോ, വെസ്റ്റ് ആണോ, നോർത്ത് ആണോ, സൗത്ത് ആണോ? യെസ്, നമുക്ക് നോക്കാം കേട്ടോ എവിടെയാണെന്നുള്ളത്. ദെൻ അത് കഴിഞ്ഞൊരു ചോദ്യം കൂടി നോക്കിയാലോ. ടു വിച്ച് ഡയറക്ഷൻ ഹാസ് അജി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിറ്റ്സ് റൈറ്റ് ഹാൻഡ്? അജിയുടെ റൈറ്റ് ഹാൻഡ് നോക്കാം. എന്താണ്? അജിയുടെ വലതു കൈ ഏത് ദിശയിലേക്കാണ്? അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഇടത് കൈ ഏത് ദിശയിലേക്കാണ്? നന്നായിട്ട് നോക്കിയിട്ട് പറഞ്ഞേടാ. വലത് കൈ ഏത് ദിശ, ഇടത് കൈ ഏത് ദിശ? വേഗം നോക്കിയിട്ട് പറഞ്ഞോ. അജി ഇപ്പൊ നിൽക്കുന്നത് സൂര്യൻ ഉദിക്കുന്ന ദിശയിലേക്കാണ്. സൂര്യൻ ഉദിക്കുന്നതാണ്. അപ്പൊ ഈസ്റ്റ് ആണ് ഏറ്റവും മുകളിൽ വരുന്നത്. ഈസ്റ്റ് ആണ്. ദെൻ നോക്കി പറഞ്ഞോളൂ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ അജീസ് ഷാഡോ? അജിയുടെ നിഴൽ ഇപ്പോൾ ഏത് ദിശയിലാണ്? നിഴല് പതിക്കുന്നത് ഇവിടെ ആയിട്ടാണ് നിഴല് പതിക്കുന്നത്. കണ്ടോ, ഇവിടെ ആയിട്ടാണ് നിഴല് വരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും? വേഗം നോക്കിക്കേ. നമ്മൾ നേരത്തെ പഠിച്ചത് എങ്ങനെയായിരുന്നു? നോർത്ത്,
സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നാണ് പഠിച്ചത്. പക്ഷെ ഇപ്പോൾ അജി നിൽക്കുന്നത് എവിടെയാണ്? സൂര്യൻ ഉദിച്ചിരിക്കുന്ന ഈസ്റ്റിലേക്ക് നോക്കിയാണ് അജി നിൽക്കുന്നത്. അപ്പൊ അജിയുടെ തൊട്ട് ബാക്കിൽ എവിടെയാണ്? വെസ്റ്റ് ആണ്. ദെൻ സൈഡിൽ എന്താണ്? സൈഡിൽ നമുക്കറിയാം നോർത്തും സൗത്തും ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാലോ. അജി ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് എങ്ങടാണ്? റൈറ്റ് ഹാൻഡ് എവിടെയാണ്? ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ്? ബിഹൈൻഡ് ഷാഡോ നിഴൽ പതിക്കുന്നത് എവിടെയാണ്? വേഗം ആൻസർ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. യെസ്, അജി ഈസ് ഫേസിങ് ടുവേർഡ്സ് ഈസ്റ്റ് അല്ലേ. ഈസ്റ്റിലേക്ക് കിഴക്കാണ് നോക്കി നിൽക്കുന്നത്. റൈറ്റ് ഹാൻഡ് എവിടെയാണ്? റൈറ്റ് ഹാൻഡ് ഇതാ നോക്കിക്കേ. റൈറ്റ് ഹാൻഡ് എവിടെയാണ്? സൗത്തിലാണ്. റൈറ്റ് ഹാൻഡ് എവിടെയാണ്? സൗത്തിലാണ് റൈറ്റ് ഹാൻഡ് അഥവാ തെക്കാണ്. ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ്? നോർത്ത് അഥവാ വടക്കാണ്. അജിയുടെ നിഴൽ പതിക്കുന്നത് പിൻവശത്താണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എവിടെയാണ്? ഈസ്റ്റിന്റെ തൊട്ട് ബാക്ക് ആയിട്ട് വരുന്നത്. സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാണ്? വെസ്റ്റിലാണ്. സിമ്പിൾ അല്ലേ? യെസ്, ഇത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. കിട്ടിയോ മക്കളെ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ വിച്ച് ഡയറക്ഷൻ? ഇപ്പൊ അജിയുടെ ഡയറക്ഷൻ ഒക്കെ മാറ്റിയിട്ടോ. നേരത്തെ ഫ്രണ്ടിലോട്ട് നോക്കിയിരുന്ന അജി ഇപ്പൊ തിരിഞ്ഞു. നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജി ഫേസിങ് ഇൻ ദിസ് പിക്ചർ? ഈ പിക്ചറിൽ അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ അജി ഏത് ദിശയിലേക്കാണ് നോക്കുന്നത്? സൂര്യൻ ഇപ്പോൾ അജിയുടെ ബിഹൈൻഡ് ബാക്കിലാണ് കേട്ടോ. ഇനി വേഗം പറഞ്ഞേ നിങ്ങൾ. ടു വിച്ച് ഡയറക്ഷൻ അജീസ് റൈറ്റ് ഹാൻഡ്? റൈറ്റ് ഹാൻഡ് എവിടേക്കാണ്? ലെഫ്റ്റ് ഹാൻഡ് എവിടേക്കാണ്? വലതു കൈയും ഇടത് കൈയും ഏത് ദിശയിലേക്കാണ്? ഇനി ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് അജി ഷാഡോ ഇൻഡിക്കേറ്റ്? ഇപ്പൊ അജിയുടെ നിഴൽ എവിടെയായിരിക്കും? ഇപ്പൊ അജിയുടെ നിഴൽ എവിടെയായിരിക്കും? വേഗം 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 വേഗം. സിമ്പിൾ അല്ലേ? യെസ്, നമ്മുടെ ചാറ്റ് ബോക്സ് ഒക്കെ ആൻസറുകൾ കൊണ്ട് നിറഞ്ഞു. നോക്കാം എന്താണ് വരുന്നത്. എന്താണ് വരുന്നത് നോക്കിക്കേ. ഇപ്പൊ അജി ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് അഥവാ പടിഞ്ഞാറിലേക്കാണ്. റൈറ്റ് ഹാൻഡ് നോർത്തിലും ലെഫ്റ്റ് ഹാൻഡ് സൗത്തിലുമാണ്. ദെൻ സി വെസ്റ്റിലാണല്ലേ. വെസ്റ്റിലാണ്. നോക്കാം എവിടെയായിട്ടാണ്? ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് അജീസ് ഷാഡോ ഇൻഡിക്കേറ്റ്? ഷാഡോ ഇപ്പൊ എവിടെയായിട്ടായിരിക്കും വരാ? ഈസ്റ്റിലായിട്ടായിരിക്കും. ഈസ്റ്റിലായിട്ടായിരിക്കും ഷാഡോ വരുന്നത്. ഈസ്റ്റിലായിട്ടായിരിക്കും ഷാഡോ വരുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ദാറ്റ് അജി ഫേസസ്? അജി നോക്കി നിൽക്കുന്നത് എതിരെയുള്ള ദിശ ഏതാണ്? ഏതാണ്? ഈസ്റ്റ് ആണ് അല്ലേ. ഈസ്റ്റ് ആണ് വരുന്നത്. കിട്ടിയോ പറഞ്ഞ കാര്യങ്ങൾ? ക്ലിയർ ആണോ? അത്രയേ നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ. ഇനി നമ്മൾ അങ്ങനെ ഡയറക്ഷൻ നമ്മൾ പഠിച്ചു. ഡയറക്ഷൻ ഇനിയിപ്പം ഞാൻ നിങ്ങളോട് പറയണം മക്കളെ, ഒരു പ്ലസ് ഞാൻ ഇട്ട് തന്നു. വേഗം ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്തേടാ. ഏതൊക്കെയാണ് ആ 4 ഡയറക്ഷൻ? നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ന്യൂസ് കൊണ്ട് നമ്മൾ പഠിച്ചു അല്ലേ. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ആണ്. ഇനി ഇതേപോലൊരു പ്ലസ് ഞാൻ ഇട്ട് തന്നിട്ട് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെ നിസ്സാരം മിസ്സേ, ഞങ്ങൾ എന്ത് പ്രോ ആയില്ലേ നിങ്ങൾ പറയും അല്ലേ? അല്ലേ പറയില്ലേ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലോബിനെ കുറിച്ചാണ് കേട്ടോ. എന്താണ്? ഗ്ലോബിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്. യെസ്, അപ്പോൾ ഗ്ലോബ് അല്ലേ. ഗ്ലോബിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കേടാ, ഗ്ലോബിനെ കുറിച്ച് പഠിക്കാനായിട്ട് മിസ് ഇവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഈ ഗ്ലോബ് കറങ്ങുന്നതും അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയിരിക്കുക. നമ്മുടെ ഈ ഗ്ലോബിലേക്ക് ഒരു ലൈൻസ് വരാണ് അല്ലേ. ഒരു ലൈൻസ് അല്ല, കുറച്ചധികം ലൈൻസ് വരാണ്. നോക്കിക്കേ, ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ലൈൻസ് വരാം കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പതിയെ 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 ഈ ലൈൻസ് അങ്ങ് മായും. ഓക്കെ, നോക്കിക്കേ, പതിയെ ലൈൻസ് അങ്ങ് മാഞ്ഞ് പുതിയ ലൈൻസ് വരാൻ പോവാണ്. അതെങ്ങനെയാണ് വരുന്നത്? വെർട്ടിക്കൽ ആയിട്ടാണ് അല്ലേ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വരച്ചത് എങ്ങനെയായിരുന്നു? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസും പിന്നീട് വന്നത് എങ്ങനെയാണ്? വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസും ആണ് നമ്മുടെ ഈ ഗ്ലോബിൽ വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഈ കാണുന്ന നമ്മുടെ ഗ്ലോബിനെ മിസ് നേരെ നടുക്കൂടെ ഒരു ലൈൻ വരച്ചങ്ങ് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. നേരെ സെന്ററിലൂടെ ഒരു ലൈൻ വരച്ചു 2 പീസാക്കി മാറ്റി. ഈ നടുക്കൂടെ ഈ വരച്ച ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വേറ്റർ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഇക്വേറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ. എന്താണ്? ഇക്വേറ്റർ. ഇക്വേറ്ററിന് മുകളിലായിട്ട് 2 ഹെമിസ്ഫിയേഴ്സ് ആണുള്ളത്. ഇത് വന്ന് നോർത്തേൺ ഹെമിസ്ഫിയറും എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറും. ഇക്വേറ്ററിൽ നിന്ന് മുകളിലായിട്ട് വരുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. താഴെയായിട്ട് വരുന്നതോ സദേൺ ഹെമിസ്ഫിയർ ആണ്. കണ്ടോ? അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറും അതേപോലെ താഴെയായിട്ട് വരുന്നത് ഏതാണ്? സദേൺ ഹെമിസ്ഫിയർ ആണ് വരുന്നത്. ഇത്രയും ക്ലിയർ ആണോ? പക്കയാണോ? കിട്ടിയോ? യെസ്. നോക്കാം ഗ്ലോബ്.
നോക്കിക്കേ ഇതാ ഇവിടെ നമ്മുടെ ഗ്ലോബ് ഓടി അങ്ങ് എത്തിയല്ലേ. എടോ ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ഗ്ലോബില് നമ്മുടെ കുഞ്ഞുമറിയം നിൽക്കുന്ന കണ്ടോ? ഒരു കുഞ്ഞുമറിയം നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ നമ്മുടെ ഈ ഗ്ലോബില്? കണ്ടോ? യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഈ ഗ്ലോബിന്റെ എവിടെയായിട്ടാടാ കുഞ്ഞുമറിയം നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയൂ ആൻസർ? ഗ്ലോബിന്റെ ഉള്ളിലാണെന്ന് പറയോ, മുകളിലാണെന്ന് പറയോ, താഴെയാണെന്ന് പറയോ, എവിടെയാണെന്ന് പറയും? എവിടെയാണ് ശരിക്കും വരുന്നത്? അപ്പൊ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആവുമല്ലോ. ഇതിപ്പോ എവിടെയാണ് മിസ്സേ? മുകളിലാണോ താഴെയാണോ എവിടെയാണോ? ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. തോന്നുന്നുണ്ടാവില്ലേ? യെസ്. അതിനാണ് നമ്മൾ ഈസി ആയിട്ടൊരു കാര്യം പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഗ്ലോബിനെ 2 വരകൾ വരുന്നതായിട്ട് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ ആയിട്ടും ലൈൻസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറഞ്ഞേ, വെർട്ടിക്കൽ ആയിട്ടും ലൈൻസ് വരുന്നുണ്ടെന്നല്ലേ. ദാ ഇവിടെ നമ്മൾ ഈ പിക്ചർ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. നോക്കിക്കേ, ഒന്നുകൂടി നമുക്കത് നോക്കിയിട്ട് പോയേക്കാം. ദാ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അല്ലേ? യെസ്. അപ്പം ഞാനിവിടെ അതിൻ്റെ ഒപ്പം മിസ് ഇവിടെ ഒരു ഗ്ലോബ് വരയ്ക്കുകയാണ്. നിങ്ങളും വേഗം ഒരു ഗ്ലോബ് വരച്ചോളൂ കേട്ടോ, നല്ല ഭംഗിയുള്ള ഗ്ലോബ് വരച്ചോട്ടോ. യെസ്. ദാ ഈ ഗ്ലോബിന് നേരെ ഇതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ലൈൻസ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് എന്നാണ്. എന്താണ്? ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആണ് ഇവിടെയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അക്ഷാംശ രേഖ എന്ന് വിളിക്കും. മലയാളത്തിൽ എന്താണ്? അക്ഷാംശ രേഖ അഥവാ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പറയും. ഇനി ഇതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് ആണെങ്കിലോ, ഇതേപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആണെങ്കിലോ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആണ്. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആണ്. കിട്ടിയോ? അക്ഷാംശ രേഖ, അതേപോലെ തന്നെ രേഖാംശ രേഖ എന്നും നമുക്ക് എന്തിനെ വിളിക്കാം? ഈ പറഞ്ഞതിനെ വിളിക്കാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ലാറ്റിറ്റ്യൂഡും കിട്ടി, ലോഞ്ചിറ്റ്യൂഡും കിട്ടി. ഇനി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു ഇക്വേറ്ററിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. മുകളിലെ നോർത്തേൺ ഹെമിസ്ഫിയറും താഴെ സദേൺ ഹെമിസ്ഫിയറും ആണ്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞൊരു ഗ്ലോബ് വന്നു. ഗ്ലോബിലേക്ക് നമ്മുടെ കുഞ്ഞുമറിയം വന്നു. കുഞ്ഞുമറിയം എവിടെയായിട്ടാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എവിടെയാണെന്നുള്ളത്. അത് ഈസി ആയിട്ട് പഠിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഇത്രയും നേരം പഠിച്ച കുറച്ച് കാര്യങ്ങൾ നോക്കിയേക്കാം. ഗ്ലോബ് ഈസ് എ സ്പിരിക്കൽ മോഡൽ ഓഫ് എർത്ത്. എർത്തിന്റെ ഗോളാകൃതിയിലുള്ള മാതൃകയാണ് ഗ്ലോബ്. എന്താണ്? ഗോളാകൃതി. നമുക്കറിയാം അല്ലെ, ഒരു ഗോളത്തിന്റെ രൂപത്തിൽ, ഒരു ഗോളാകൃതിയിലാണ് ആരിയ്ക്കുന്നത്? ഗ്ലോബ് ഇരിക്കുന്നത്. സ്പിരിക്കൽ ഷേപ്പ് ആണല്ലേ. ദ ലൈൻ ഓഫ് ഇൻ ദ സെന്റർ ഓഫ് ദി ഗ്ലോബ്. ഗ്ലോബിന്റെ സെന്ററിലുള്ള മധ്യഭാഗത്തുള്ള ലൈനെ വിളിക്കുന്ന പേരെന്താണ്? ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ. എന്താണ്? ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിക്കേടാ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഗ്ലോബിന്റെ സെന്ററിലൂടെ നടുക്കൂടെ പോയിരിക്കുന്ന ഈ ഒരു ലൈനെ വിളിക്കുന്ന പേരെന്താണ്? ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയാണ്. ഇവിടെ ഗ്ലോബിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം, നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും. നമ്മൾ പറഞ്ഞൂലേ ഏതൊക്കെയാണ്? ഉത്തരാർദ്ധഗോളവും അതേപോലെ തന്നെ താഴെ വരുന്നത് ദക്ഷിണാർദ്ധഗോളം എന്നിങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേഗം ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ഗ്ലോബിനെ എത്ര ഹെമിസ്ഫിയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? വേഗം എല്ലാവരും ചാറ്റ് ബോക്സിലിട്ട് എത്ര ഹെമിസ്ഫിയേഴ്സ് ആണ്? യെസ് 2 ഹെമിസ്ഫിയേഴ്സ് ആണ് അല്ലെ. ഏതൊക്കെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറും അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയർ ആണ് വരുന്നത് അല്ലേ. ദ ലൈൻസ് ഡ്രോൺ എബോവ് ആൻഡ് ബിലോ ദ പാരലൽ ടു ദ ഇക്വേറ്റർ ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്സ്. നമ്മൾ പഠിച്ചതാണ്. ഇതേപോലെ വരച്ചിട്ട് ഒരു ഗ്ലോബ് വരച്ചിട്ട് അതിൽ ഇതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ കുറേ ലൈൻസ് വരച്ചാൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ലാറ്റിറ്റ്യൂഡ് എന്നാണ് അല്ലേ. എന്താണ്? ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശം എന്നാണ് വിളിക്കുന്നത്. കിട്ടിയില്ലേ? ഇനി എങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്? അപ്പൊ എങ്ങനെയാണ്? ഇതേപോലെ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ലൈൻസ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് വിളിക്കാം അല്ലെ. നോക്കാം, സെമി സർക്കുലർ ലൈൻസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് എന്നാണ് വിളിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ. എന്താണ്? എങ്ങനെയാണ്? അക്ഷാംശ രേഖയ്ക്കോ രേഖാംശ രേഖയ്ക്കോ ലംബമായി, പെർപെൻഡിക്കുലർ ആയി, വെർട്ടിക്കൽ ആയി വരുന്ന വരികളെ നമുക്ക് എന്ത് വിളിക്കാം? രേഖാംശ രേഖകൾ എന്ന് വിളിക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. നേരെ വരാണെങ്കിൽ അതെന്താണ്? ലാറ്റിറ്റ്യൂഡ് ആണ്. ഇങ്ങനെ നീളം വരാണെങ്കിൽ അതെന്താണ്? ലോഞ്ചിറ്റ്യൂഡ് ആണ്. അത്രയും നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളൂ. ഇനി നോക്കാം, ദ ലൊക്കേഷൻ ഓഫ് എ പ്ലേസ് ഓൺ ദി എർത്ത് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദീസ് ഇമാജിനറി ലൈൻസ്. ആ കാര്യമാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കേടാ, ഇവിടെ നിങ്ങൾക്ക് കുറേ ലാറ്റിറ്റ്യൂഡ് കാണാം, അതേപോലെ തന്നെ
കുറച്ച് ലോഞ്ചിറ്റ്യൂണൽ ലൈൻസും കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു ഇക്വേറ്റർ വന്നിട്ടുണ്ട്. ദെൻ ഇതേപോലെ ലാറ്റിറ്റ്യൂണൽ ലൈൻസും ഇങ്ങനെ ലോഞ്ചിറ്റ്യൂണൽ ലൈൻസും വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താന്ന് പറഞ്ഞാൽ, മക്കളെ ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. റൈറ്റ് ഡൗൺ ദ പൊസിഷൻ ഓഫ് ദി ഹൗസ് ഓൺ ദി ബോർഡ്. ഇവിടെ ആയിട്ടാണ് ഇവിടെ എന്തിരിക്കുന്നത്, ഹൗസ് ഇരിക്കുന്നത്. ഗ്ലോബിന്റെ ഇവിടെ ആയിട്ടാണ് ഹൗസ് ഇരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ പടത്തിൽ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നോക്കിയിട്ട് ഈ വീടിന്റെ സ്ഥാനം എവിടെയാണെന്നൊന്ന് കണ്ടെത്തി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? വേഗായിക്കോട്ടെ. എങ്ങനെ എഴുതും? യെസ്. കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ഡിയുടെയും ഇയുടെയും ഇടയിലാണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഇൻ ബിറ്റ്വീൻ ഡി ആൻഡ് ഇ. ശരിയാണ്, ഈ പറയുന്ന ഡിയുടെയും ഇയുടെയും ഇടയിലാണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ദ ഹൗസ് ലൈൻ ലൈസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ലൈൻസ് ഡി ആൻഡ് ഇ. കണ്ടോ, ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടുള്ള ഡിയുടെയും ഇയുടെയും അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടുള്ള, കണ്ടോ, ലംബവരകളായിട്ടുള്ള രണ്ടിൻ്റെയും അതേപോലെ തന്നെ എന്താണ് മൂന്നിൻ്റെയും, രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഇടയിലുമായിട്ടാണ് എന്തിരിക്കുന്നത് ഈ വീടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇനിയിപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരു പിക്ചർ തന്നിട്ട് നമ്മുടെ കുഞ്ഞുമറിയത്തെ പോലെ ഒരാളെ തന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ലാറ്റിറ്റ്യൂഡ് നോക്കിയാൽ മതി, ലോഞ്ചിറ്റ്യൂഡ് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇവിടെയായിട്ടാണ് ഹൗസ് എങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം സിയുടെയും ബിയുടെയും ഇടയിൽ അല്ലേ, ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടുള്ള സിയുടെയും ബിയുടെയും ഇടയിലും അതേപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻ ആയിട്ടുള്ള 8ൻ്റെയും 7ൻ്റെയും ഇടയിലെന്നും നമുക്ക് പറയാം അല്ലേ. 7 and 8 എന്നും പറയാം അല്ലേ. കിട്ടിയില്ലേ? ഇതേപോലെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് ഇവിടെയാണെങ്കിൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാന്ന് വേഗം എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. വേഗായിക്കോട്ടെ. കിട്ടിയോ നോക്കട്ടെ. യെസ്, ഓക്കെ, എല്ലാവർക്കും കിട്ടി. ദെൻ നമ്മൾ പഠിക്കാൻ പോവാണ് വാട്ട് ഈസ് ഗ്ലോബ്. എന്താണ് ഗ്ലോബ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഗ്ലോബ് എന്ന് നോക്കാം. എന്താണ് ഗ്ലോബ്? ഗ്ലോബ് ഈസ് ദ സ്പിരിക്കൽ മോഡൽ ഓഫ് ദി എർത്തിന്റെ ഒരു സ്പിരിക്കൽ മോഡൽ അഥവാ ഗോളാകൃതിയിലുള്ള മാതൃകയാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബ് എന്ന് പറയുന്നത്. നമ്മളത് പഠിച്ചതാണ്. എങ്ങനെയാണത് ഇതേപോലെ ഇരിക്കുന്ന ഒരു സ്പിരിക്കൽ ഷേപ്പുള്ള ഒരു മോഡലാണ് ഗ്ലോബ് എന്നുള്ളത്. ഓക്കെ, ഇനി ഹൗ ഡസ് ദ ഇക്വേറ്റർ ഡിവൈഡ് ദ ഗ്ലോബ്. ഇക്വേറ്റർ ഗ്ലോബിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2 ഹെമിസ്ഫിയറുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. 2 അർദ്ധഗോളങ്ങളായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളവും സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളവും 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. കിട്ടിയോ? ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. ദെൻ അടുത്ത് നോക്കിക്കോ. ഇവിടെ മിസ് ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി 2 പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ലാറ്റിറ്റ്യൂഡ് ഏതാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് വേഗം പറയണം കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. എ ഏതാണെന്ന് പറയാ, ബി ഏതാണെന്ന് പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ആൻസർ ഇടുമ്പോൾ എ എന്നിട്ടിട്ട് അതിന്റെ ആൻസർ എഴുതാം, ബി എന്നിട്ടിട്ട് ബിയുടെ ആൻസർ എഴുതാം. ഓക്കെ, വേഗം ആയിക്കോട്ടെ. എ ഏതാണ് ലാറ്റിറ്റ്യൂഡ് ഓർ ലോഞ്ചിറ്റ്യൂഡ്? എ ഏതാണ്? എ വരുന്നത് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആണ്. എന്താണ്? ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആണ്. വെരി ഗുഡ്, അടിപൊളി. അക്ഷാംശമാണ് അല്ലേ, അക്ഷാംശമാണ് ഏത് വരുന്നത്? എ വരുന്നത്. ദെൻ ബി നോക്കിയേ ഏതാണ് ബി വരുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആണ് കേട്ടോ. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് അഥവാ രേഖാംശമാണ്. രേഖയാണ് വരുന്നത്. കിട്ടിയോ? സിമ്പിൾ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ലാറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡും തിരിച്ചറിയുന്നില്ലേ? സെറ്റ് അല്ലേ? യെസ്, അത്രയേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നോക്കാം. വാട്ട് ആർ ദ ലൈൻസ് ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്റർ. നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ് ഇതിൽ ഗ്ലോബിൽ വരുന്ന ലൈൻസ് എന്നും. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഏതാണ് പാരലൽ ആയിട്ട് സമാന്തരമായിട്ട് ഇക്വേറ്ററിന് ഇതേപോലെ ഒരു ഗ്ലോബ് വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നടുക്കൂടി ഇക്വേറ്റർ പോയി ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വരകളെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? വേഗം ഒന്ന് ചാറ്റ് ബോക്സിലിട്ട്. ഏതാണ്? ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് അഥവാ അക്ഷാംശ രേഖകളാണ് അല്ലേ. ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് അഥവാ അക്ഷാംശ രേഖകളാണ്. ഹൗ ഈസ് ദ ലൊക്കേഷൻ ഓഫ് എ പ്ലേസ് ഓൺ എർത്ത് ഈസ് ഡിറ്റർമൈൻഡ്. നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കൃത്യമായിട്ട് നമുക്ക്
നോക്കി തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞു അല്ലേ. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മിസ് ഇതാ ഇവിടെ കുറച്ച് ചപ്പാത്തി ബോളാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി അല്ല ബോളാക്കിയത്, മാവ് കുഴച്ച് ബോളാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ, മാവ് ഇങ്ങനെ കുഴച്ച് ബോളാക്കി ഉരുട്ടി വെച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങളെല്ലാവരും. അതിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുകയും ഓരോരോ അതൊക്കെ നമ്മൾ കുഞ്ഞിലേ ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. നോക്കിയേടാ, ഈ ബോൾ ഉപയോഗിച്ച് നല്ല പരത്തി കഴിഞ്ഞാൽ, ചപ്പാത്തി പരത്താത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാണാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. ഇതിലൊരു ബോൾ എടുത്ത് പരത്തി കഴിഞ്ഞാൽ എന്താ ഈ പിക്ചർ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ചപ്പാത്തി ആയിട്ട് അങ്ങ് മാറും അല്ലേ. എന്നിട്ടാണ് നമ്മളത് കറി കൂട്ടി കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഈ ബോള് ചപ്പാത്തിയായി മാറിയത് നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതേപോലെയാണ് ഇവിടെ വരും 2 പേര്. ആരാണ് നോക്കിക്കേ, നമ്മുടെ ഗ്ലോബ് ഇതേപോലെ പരത്തി അങ്ങ് നിവർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്ന പോലുള്ള മാപ്പായിട്ട് അങ്ങ് മാറും. കിട്ടിയോ? നമ്മുടെ ഈ ഗ്ലോബ് ഇതേപോലെ നിവർത്തി അങ്ങ് പരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്ന മാപ്പായിട്ട് അങ്ങ് മാറും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? മാപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മാപ്പ് ഡോറയുടെ മാപ്പ് അല്ലേ, അറിയില്ലേ നിങ്ങൾക്ക് മാപ്പ്? യെസ്, അതേപോലെ മാപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മാപ്പ് ഈസ് എ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് സെലക്ടഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്ലേസ്, യൂഷ്വലി ഡ്രോൺ ഓൺ എ ഫ്ലാറ്റ് സർഫേസ്. എവിടെയായിട്ടാണ് നമ്മൾ എപ്പോഴും മാപ്പ് വരയ്ക്കുന്നത്? ഒരു പരന്ന പ്രതലത്തിലായിരിക്കും എന്ത് ചെയ്യുക? മാപ്പ് വരയ്ക്കുക. ഒരു പരന്ന പ്രതലത്തിലായിരിക്കും എന്ത് ചെയ്യുക? മാപ്പ് വരയ്ക്കുക. എന്തെല്ലാം വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ യൂസ്ഡ് ഇൻ ഫീൽഡ്? എന്തെല്ലാം മേഖലകളിൽ എവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ മാപ്പ് ഉപയോഗിക്കുന്നത് നോക്കാം. ജിയോഗ്രഫിക്കൽ സ്റ്റഡീസ്, ഭൂമിശാസ്ത്ര പഠനത്തിന് വേണ്ടേ. ഡിഫൻസ് എന്താണ്? പ്രതിരോധം. ടൂറിസം, യാത്ര പോകാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എല്ലാവരും മാപ്പൊക്കെ നോക്കി യാത്ര പോണവരാണ്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ഭരണം, ഗതാഗതം, ട്രാൻസ്പോർട്ട്, ഇതേപോലുള്ള ഒരുപാട് തരത്തിൽ മേഖലകളിലായിട്ടും ഒരുപാട് ഫീൽഡിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ യൂസ്ഡ് ഇൻ ദീസ് ഫീൽഡ്. ഈ ഫീൽഡുകളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല തരത്തിലുള്ള മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നോക്കാം, ഹൗ ഡു യു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓൺ എ മാപ്പ്? ഒരു ഭൂപടത്തിൽ ദിശ എങ്ങനെ നിങ്ങൾ കണ്ടെത്തും? അതിനാണ് നമ്മൾ നേരത്തെ പഠിച്ച സയൻസ് അല്ലേ ഇതൊക്കെ. ഏത് മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. നോക്കിക്കേ, ഇവിടെ മിസ് ഇന്ത്യയുടെ ഒരു മാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സിമ്പിൾ കാണുന്നുണ്ടോ? കണ്ടോ? ഇവിടെ ആയിട്ട് കാണുന്നുണ്ടോ? കണ്ടവരെല്ലാവരും തംസ് ഇട്ടേ. സെറ്റാണ്? കണ്ടെങ്കിൽ യെസ്, അതാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അടുത്ത് നോക്കിക്കേ, കേരളത്തിന്റെ ഒരു മാപ്പാണ്. കേരളത്തിന്റെ മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും എവിടെയായിട്ടാണ് ഡയറക്ഷൻ വരുന്നതെന്ന്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. കണ്ടോ? ഡയറക്ഷൻ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതാണ് പറഞ്ഞത്, ഏത് മാപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്കതിൽ ഡയറക്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ഈസി ആയിട്ട് നമുക്ക് നോക്കിയിട്ട് നോർത്തിലാരാണ്, സൗത്തിലാരാണ്, ഈസ്റ്റിലാരാണ്, വെസ്റ്റിലാരാണെന്ന് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? യെസ്. ഇതിനടുത്ത് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിസ്റ്റ് ദ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് ടു ദ നോർത്ത് ഓഫ് തൃശ്ശൂർ ആൻഡ് ദ വൺസ് ടു ദ സൗത്ത് ഓഫ് തൃശ്ശൂർ. നോക്കി, തൃശ്ശൂരിലെ കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും തൃശ്ശൂരിന് തെക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും നിങ്ങളോടൊന്ന് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും. മിസ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. നോക്കാം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. അതേപോലെ തന്നെ സൗത്തിൽ വരുന്നതാണ് ഏതൊക്കെയാണ്? എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. യെസ്, അപ്പോൾ നമ്മുടെ മാപ്പിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സിമ്പിളുകൾ, ഈ സിമ്പിളുകൾ നമ്മുടെ മാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏതൊക്കെ കാര്യങ്ങളെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിലൊന്നാമത് നോക്കിക്കടാ, റോഡ് നമ്മുടെ മാപ്പിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സിമ്പിൾ ആയിരിക്കും വരാം. ഇനി റെയിൽവേ ആണെങ്കിലോ ഇതേപോലെ സിമ്പിൾ ആയിരിക്കും. ഇനി റിവർ ആണെങ്കിലോ ഒഴുകുന്ന ഒരു നദി, കണ്ടല്ലോ. ഇനി പോർട്ട് ആണെങ്കിലോ ഇതേപോലെ ഒരു ചിഹ്നമായിരിക്കും. അപ്പൊ ഇതേപോലെ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറമുഖമാണ് കേട്ടോ. കപ്പലൊക്കെ വരുന്ന തുറമുഖമില്ലേ, അതിനെയാണ് പോർട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ട് ഇത് ഏതാണ് ഈ ചിഹ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണെന്ന് പറയും?
ഏതാണിത്? റിവർ ആണല്ലേ, റിവർ അഥവാ നദിയാണ് ഈ കാണിച്ചിരിക്കുന്നത്, റിവർ അഥവാ നദിയാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ കൃത്യമായിട്ട് ഇതേപോലുള്ള ചിഹ്നങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ശ്രദ്ധിച്ച് വെച്ചേക്കാം. ഒന്ന് നോട്ട് ബുക്കിൽ ഇപ്പൊ തന്നെ ഒന്ന് വരച്ചു വെച്ചോ. ഇനി ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റണം. യെസ്, നോക്കിക്കടോ. ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ് ഓഫ് യുവർ സ്കൂൾ ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. ഇവിടെ നിങ്ങളോട് സോഷ്യൽ സയൻസ് ലാബിൽ നിന്ന് നിങ്ങളുടെ കേരളത്തിന്റെ ഒരു മാപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറയുന്നുണ്ട്. നന്നായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞിട്ട് താഴെയുള്ള ദി ക്വസ്റ്റ്യൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓൾറെഡി മിസ് ഇവിടെ എഴുതി വെച്ചു. സദേൺ മോസ്റ്റ്, സൗത്തിലായിട്ട് തിരുവനന്തപുരം, അല്ലെങ്കിൽ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. നോർത്തിൽ ഏതാണ്? കാസർഗോഡാണ്. നോർത്തിൽ അല്ലെങ്കിൽ വടക്കേ അറ്റത്തുള്ളത് കാസർഗോഡാണ്. അതേപോലെ തന്നെ 2 ജില്ലകളായിട്ട് അതിർത്തി പങ്കിടുന്ന, ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന ആരാണ്? വയനാടാണ്. ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഭാരതപ്പുഴ ഫ്ലോസ്, ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ ഏതാണ്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. ഇനി ഡയറക്ഷൻ ഓഫ് റെയിൽവേ ലൈൻ ഫ്രം നോർത്ത് ടു സൗത്ത് ആണ്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ, നൈബറിംഗ് സ്റ്റേറ്റ്സ്, പ്രധാനപ്പെട്ടതാണ്, നോക്കിയേക്കണം. ഏതാണ് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ അഥവാ നൈബറിംഗ് സ്റ്റേറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക ആൻഡ് തമിഴ്നാടു ആണ് നമ്മുടെ നൈബറിംഗ് സ്റ്റേറ്റ്സ് കേട്ടോ. കർണാടകയും തമിഴ്നാടും ആണ് നമ്മുടെ നൈബറിംഗ് സ്റ്റേറ്റ്സ് അഥവാ അയൽ സംസ്ഥാനങ്ങൾ. ഓക്കെ, ഇതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഇതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങളോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈസ്റ്റിൽ ആരാണ്, വെസ്റ്റിൽ ആരാണ്, നോർത്തിൽ ആരാണ്, സൗത്തിൽ ആരാണെന്നുള്ളത്. അപ്പം ഇതും കൂടി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ. Yes. Through which ocean did Vasco da Gama make his voyage and reach India from Europe എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് ഓഷ്യൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ്? ഓഷ്യൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട, നമുക്കറിയാം ഏറ്റവും വലിയ ഓഷ്യൻ ഏതാണ്, നമ്മുടെ ഏറ്റവും വലിയ ഓഷ്യൻ ഇതിൽ ഏതാണെന്നുള്ളത് എല്ലാവരും വേഗം ഒന്ന് കമന്റ് ചെയ്തേ. കുറച്ചധികം ഓഷ്യൻസ് ഇവിടെ വരുന്നുണ്ട്. ആർട്ടിക് ഉണ്ട്, പസഫിക് ഉണ്ട്, അറ്റ്ലാന്റിക് ഉണ്ട്, ദെൻ ആർട്ടിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, പസഫിക് ഓഷ്യൻ. യെസ്, പിന്നെയും റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഓഷ്യനുകളുടെ പേരുകൾ എന്നുള്ളത് വേഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ് ഓഷ്യൻസ്? ഇന്ത്യൻ ഓഷ്യൻ, പസഫിക്, ആർട്ടിക്, അന്റാർട്ടിക്, ഇതൊക്കെ എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ഓഷ്യനുകളാണ്. യെസ്, അപ്പൊ അടുത്ത് നോക്കിക്കേ. നമ്മളോട് കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അറ്റ്ലസ് ആൻഡ് വേൾഡ് മാപ്പ്. അറ്റ്ലസിന്റെയും, അറ്റ്ലസ് എന്താണ്? കളക്ഷൻ ഓഫ് മാപ്സ് അല്ലെ, ഒരുപാട് മാപ്പുകൾ കൂടുന്ന ഒരു കളക്ഷൻ അല്ലെങ്കിൽ ബുക്കാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് അറ്റ്ലസിന്റെയും വേൾഡ് മാപ്പിന്റെയും സഹായത്തോടു കൂടി താഴെ കാണുന്ന വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ. കോണ്ടിനെന്റ്സ് ഫൗണ്ട് ടു ദ വെസ്റ്റ് ഓഫ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യന്റെ വെസ്റ്റിലായിട്ട് കാണപ്പെടുന്ന കോണ്ടിനെന്റ് ഏതാണ്? നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കയാണ്. ദെൻ കോണ്ടിനെന്റ് ടു ദ ഈസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യന്റെ ഈസ്റ്റിലായിട്ട് കാണുന്നത് ഓസ്ട്രേലിയ. ഏറ്റവും വലിയ ലാർജസ്റ്റ് കോണ്ടിനെന്റ് അഥവാ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യയാണ്. നമ്മൾ ജീവിക്കുന്ന ഏഷ്യയാണ് ഏറ്റവും വലിയ കോണ്ടിനെന്റ് അഥവാ ഭൂഖണ്ഡം വരുന്നത്. ദ കോണ്ടിനെന്റ് ഫൗണ്ട് ബിറ്റ്വീൻ ദ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ദ ഇന്ത്യൻ ഓഷ്യൻ ഈസ് ദ ആഫ്രിക്കയാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങളോട് മാപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ മാപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഓരോ ആക്ടിവിറ്റീസ് ആണ്, അതാണ് മിസ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. വൈ ഡു മാപ്സ് ഹാവ് സിഗ്നിഫിക്കൻസ് ഇൻ ഹ്യൂമൻ ലൈഫ് അല്ലേ? എന്താണ് നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ ഈ മാപ്പിന് ഇത്രയധികം സിഗ്നിഫിക്കൻസ് അഥവാ പ്രാധാന്യം എന്ന് പറയുന്നത്? നമ്മൾ പല മേഖലകളിൽ, അതായത് ജിയോഗ്രഫിക്കൽ സ്റ്റഡീസ് അല്ലേ, ഭൂമിശാസ്ത്രപരമായ പഠനത്തിനും, അതേപോലെ നേരത്തെ പറഞ്ഞു ഡിഫൻസ്, ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്, പ്രതിരോധം, ടൂറിസം, ഭരണം, ഗതാഗതം തുടങ്ങിയ എല്ലാ മേഖലകളിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ പറയുന്ന മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എന്താണ് ചെയ്യുക? ഈ പറയുന്ന മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളായിട്ടുള്ള ഫ്ലഡോ, അതായത് വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ലാൻഡ് സ്ലൈഡ് എന്താടാ? മണ്ണിടിച്ചിലാണ് കേട്ടോ. ലാൻഡ് സ്ലൈഡ് എന്താണ്? മണ്ണിടിച്ചിലാണ്. അതേപോലുള്ള എന്തെങ്കിലും ദുരന്തങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കിലേക്ക് മിസ് പോവാണ്. കോണ്ടിനെന്റ്സ് കേട്ടോ. കോണ്ടിനെന്റ്സ് അഥവാ ഭൂഖണ്ഡങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഓരോ ഭൂഖണ്ഡങ്ങളും തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെയുള്ളൊരു ചോദ്യം വരും. എന്നിട്ട് ഏതാണെന്ന് ചോദിക്കും. ഇതിൽ ഏറ്റവും എളുപ്പമായിട്ട് ഞാൻ ഒരെണ്ണം പറഞ്ഞു തരട്ടെ. എന്ന് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയായിട്ട് നമ്മുടെ ഈ ഒരു സി എന്ന് പറയുന്ന ചിത്രം നോക്കിക്കേ. അതിന് ഏറ്റവും താഴെയായിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഏറ്റവും താഴെയായിട്ട് നമുക്ക്
സീഡ് ഇവിടെയായിട്ട് ഇന്ത്യയുടെ ഒരു പിക്ചർ കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ മാപ്പ് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യ വരുന്ന കോണ്ടിനെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്? സി എന്ന് പറയുന്ന കോണ്ടിനെന്റ് ഏതാണ്? സിമ്പിളായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സി വരുന്നത് കണ്ടോ, ഏതാണ്? ഏഷ്യയാണ് അല്ലേ? ഏതാണ്? ഏഷ്യൻ കോണ്ടിനെന്റ് ആണ്. അതേപോലെ സൗത്ത് അമേരിക്ക വരുന്നുണ്ട്. ബി നോർത്ത് അമേരിക്കയാണ്. ഡി ആഫ്രിക്കയാണ്. ഇ വരുന്നത് ഓസ്ട്രേലിയയാണ്. എഫ് യൂറോപ്പാണ്. ജി അന്റാർട്ടിക്കയാണ്. ഇങ്ങനെ ഓരോ കോണ്ടിനെന്റ്സും തിരിച്ചറിയുക. അവരുടെ പേരും സ്പെല്ലിങ്ങും എല്ലാം പ്രധാനപ്പെട്ടതാണ്. നോട്ട് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഡാഷ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് മാപ്സ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർട്ടോഗ്രാഫിയാണ് കേട്ടോ. ഏതാണ്? കാർട്ടോഗ്രാഫിയാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്ന ആ ഒരു ശാഖ, അല്ലെങ്കിൽ ഭൂപടങ്ങൾ സഹായിക്കുന്ന, ഡീൽ ചെയ്യുന്ന, പ്രിപ്പറേഷൻ ഓഫ് മാപ്സ്, ഭൂപടങ്ങളുടെ തയ്യാറാക്കുന്നത് ഏത് ശാസ്ത്രശാഖയാണ്? കാർട്ടോഗ്രഫിയാണ് കേട്ടോ. ഇനി സർവേ ഓഫ് ഇന്ത്യ എന്നൊരു പേര് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. എന്താണ് സർവേ ഓഫ് ഇന്ത്യയിൽ പറയുന്നത്? ദ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിംഗ്, വെരിഫൈങ് ആൻഡ് പബ്ലിഷിംഗ് മാപ്പ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് മാപ്പുകൾ ഉണ്ടാക്കാനും നിർമ്മിക്കാനും പരിശോധിക്കാനും പ്രസിദ്ധീകരിക്കാനും അവകാശമുള്ള ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ, സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി എന്നുള്ളത്. അതാണ് സർവേ ഓഫ് ഇന്ത്യ. ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ എല്ലാവർക്കും? യെസ്. ഇതൊക്കെ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നോക്കുന്നത് ഡെറാഡൂൺ, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിലായിട്ടാണ് വരുന്നത്. ഇനി നോക്കാം, നമ്മുടെ വാസ്കോഡ ഗാമ വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു. വാസ്കോഡ ഗാമ 1498 കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് എത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ഇതിൽ ഏറ്റവും ആദ്യം പഠിച്ചത് എന്താണ്? ഡയറക്ഷൻസ് അഥവാ ദിശയെ കുറിച്ചാണ് അല്ലെ. ഏറ്റവും ആദ്യം പഠിച്ചത് എന്താണ്? ഡയറക്ഷൻസ് അഥവാ ദിശയെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് ഗ്ലോബിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ മാപ്പിലേക്ക് വന്നു. ഇതിന്റെ കൂടെ നമ്മളൊരു പ്രധാനപ്പെട്ട കോണ്ടിനെന്റ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. കോണ്ടിനെന്റ്സ് ഏതാണ്, ഓഷ്യൻസ് ഏതാന്നുള്ളത്. അപ്പൊ ഇതൊക്കെ എല്ലാവരും സെറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഫുൾ പവറിൽ എല്ലാവരും സ്റ്റിൽ നമ്മൾ പറഞ്ഞ പോലെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ദെൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.